ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണല്ലോ. അപ്പോൾ ഇന്ത്യൻ മതേതരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് എപ്പോഴും എല്ലാ കാലത്തും ഈ റൈറ്റ് വിങ്, അതായത് ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ എതിർചേരിയിലാണ് ഇന്ത്യയുടെ പൊതു മതേതര മനസ്സ് നിലകൊണ്ടിട്ടുള്ളത്. ഇതിങ്ങനെ വരാനുള്ള സാധ്യത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതൽ ഇന്ത്യയുടെ ഭരണം നടത്തിയിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള സർക്കാരുകളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതേ രീതിയിലാണ് ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവിടെ നിന്നെല്ലാം പഠിച്ച് പുറത്തു വന്ന, പിന്നീട് മാധ്യമ പ്രവർത്തകരായി മാറിയ, അല്ലെങ്കിൽ വലിയ ചിന്തകരും എഴുത്തുകാരും ഒക്കെ ആയിട്ട് മാറിയ ആളുകൾ, അവരുടെ ചിന്താ രീതികൾ എന്ന് പറയുന്ന അതിനെയെല്ലാം കരുപ്പിടിപ്പിച്ചെടുത്തത് ഈ ഒരു സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആ ഒരു ഇക്കോസിസ്റ്റം അത് വളരെ പ്രബലമായിരുന്ന കാലത്താണ് ഇവരെല്ലാം പഠിച്ചിരുന്നത്. അപ്പോൾ അതിന് അവരുടെ ചിന്താഗതികൾ രൂപപ്പെടുത്തുന്നതിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ഇന്ത്യയിലെ ഈ വലതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരത്തെ ഊന്നി പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ തനതായ പാരമ്പര്യം നിലനിർത്തണം എന്നുള്ള ഒരു വിഭാഗമാണല്ലോ എപ്പോഴും വലതുപക്ഷ രാഷ്ട്രീയം പറയുന്നവർ. അപ്പോൾ അതിനെതിരായിരിക്കണം, അല്ലെങ്കിൽ അവർ ശക്തിപ്പെടാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ളവരായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ വലതുപക്ഷം ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പരിഗണന അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ എന്തെങ്കിലും പരിഗണന അർഹിക്കുന്നുണ്ട് എന്നുള്ള ന്യായമായ ഒരു പരിഗണന കിട്ടേണ്ട സാഹചര്യം വന്നാൽ പോലും ഈ പറയുന്ന അധികാരത്തിലിരുന്ന സെക്യുലർ മതേതര ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് ഇക്കോസിസ്റ്റം അതിനെ തമസ്കരിക്കുമായിരുന്നു. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടത്. ഈ സോഷ്യലിസ്റ്റ് മതേതര ഇക്കോസിസ്റ്റം എപ്പോഴും ചെയ്യുന്നത്, അത് ഏത് രാജ്യത്തും നിങ്ങൾ നോക്കിക്കോളൂ, ഈ വലതുപക്ഷത്തിന് എതിരായിട്ട് നിലനിൽക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ലിബറൽ, അമേരിക്കയിലാണെങ്കിൽ ഡെമോക്രാറ്റിക് അങ്ങനെയൊക്കെ ഉള്ള പക്ഷം എപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് എല്ലാ സഹായങ്ങളും ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ ചെയ്യുന്നത്. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ ഇസ്ലാം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തനതായ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അത് സംരക്ഷിക്കണം, സാംസ്കാരിക ഐഡന്റിറ്റി നിലനിർത്തണം എന്ന് ആണല്ലോ വലതുപക്ഷത്തിന്റെ ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ ആവശ്യം. അതിനെ ക്ഷയിപ്പിക്കാനായിട്ട്, അതിന്റെ ശക്തി, അതിന്റെ വീര്യം ചോർത്തിക്കളയാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ പറയുന്ന സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇക്കോസിസ്റ്റമിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഇവർ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കും. ഇന്ത്യയിലും ഇത് തന്നെയാണ് കൃത്യമായിട്ടുണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയമായ കശ്മീരിലെ പണ്ഡിറ്റുകൾക്കെതിരെ നടന്ന, അല്ലെങ്കിൽ പണ്ഡിറ്റുകളുടെ ജനസൈഡിനെ കുറിച്ചാണ്. നമ്മൾ ഇതിനെക്കുറിച്ച്, പണ്ഡിറ്റുകളുടെ ജനസൈഡിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും പറയാറില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് അത് ആരും പറയാറില്ല, അല്ലെ? നമ്മൾ പലസ്തീനിലെയും ഗ്യാസയിലെയും സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, അവർക്ക് വേണ്ടി നമ്മൾ ദിവസവും ആഴ്ചതോറും ഓരോ സമ്മേളനങ്ങളും സെമിനാറുകളും സിമ്പോസിയവും ഓർഗനൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇവരാരെങ്കിലും കശ്മീരിലെ പണ്ഡിറ്റുകളെ, നമ്മുടെ നാട്ടിൽ നടന്ന ജനസൈഡാണ്. ഗ്യാസയിലെ കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാം പറയേണ്ടി വരും. ഗ്യാസയിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ പീഡിപ്പിക്കപ്പെടേണ്ടി വന്നത്, അല്ലെങ്കിൽ അവിടെ ഇസ്രയേലിന് വംശഹത്യ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒക്ടോബർ 7 അങ്ങോട്ട് കയറി ഹമാസ് എന്ന് ആക്രമിച്ചതുകൊണ്ട്. കശ്മീരി പണ്ഡിറ്റുകൾ ആരെയും ഒരിടത്തും ആക്രമിക്കാൻ പോയില്ല. നിരപരാധികളായ പണ്ഡിറ്റുകൾ ആക്രമിക്കപ്പെട്ടിട്ടും അതിന് നേരെ കണ്ണടച്ച് ഗ്യാസയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ ഇടത് പുരോഗമന ലിബറൽ ജിഹാദികൾ തന്നെ ഇവരെ വിളിക്കേണ്ടി വരും. കാരണം ഈ പറയുന്ന ജിഹാദി അജണ്ടയുടെ ഭാഗഭാക്കാക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവര് നടത്തുന്ന അതേ പരിപാടിയായിരിക്കുന്നു. ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന പാറ്റകളുടെ സമ്മേളനമുണ്ടല്ലോ. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കൂറകൾ എല്ലാവരും കൂടി ദിവസങ്ങളായിട്ട് ഡൽഹിയിൽ സമ്മേളനം നടത്തിക്കൊണ്ട്, ഈ സമ്മേളനത്തിൽ തന്നെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ നോക്കൂ. എന്തിനെതിരെയാണ് ഈ സമ്മേളനമല്ല ഈ പ്രതിഷേധം നടത്തുന്നത്? അവർ പറയുന്നത് നീറ്റ് പരീക്ഷയിൽ നടന്ന ക്രമക്കേടിനെതിരായിട്ടുള്ള പ്രതിഷേധമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരായ ഈ പ്രക്ഷോഭത്തിലെ പ്രധാന മുദ്രാവാക്യം എന്താ? നാം രഹേഗ അല്ലാഹ് കാ, അല്ലാഹുവിന്റെ പേര് നിലനിൽക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ. അവിടെ ആ മുദ്രാവാക്യം ഉയർത്തുന്ന ആരാ? അവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പുരോഗമന ചിന്തക്കാരാണ്. പലരും വിവാഹം കഴിച്ചിട്ടുള്ളത് മുസ്ലിമുകളെയാണ്. ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു കളികളാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സമയത്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വേഷം കെട്ടി, മതേതര വേഷം കെട്ടി ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വരുന്ന മതേതര നാടകക്കാരുടെ വേഷം കെട്ടാണ് ഇപ്പൊ ഈ കോക്രോച്ച് പാർട്ടിയുടെ പേരിൽ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മറ്റൊരു പ്രോഗ്രാം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അജണ്ടയായിരുന്നു
ഈ കശ്മീരിൽ നടന്നത് എന്നാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഈ കശ്മീരിലെ പണ്ഡിറ്റുകളുടെ കേരളത്തിലെ ജനങ്ങൾ അറിയാത്ത ചില കഥകൾ ഇപ്പോൾ പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. കശ്മീരിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകയും ഒരു ജേർണലിസ്റ്റാണ്. അവർ വിദ്യാഭ്യാസ പ്രവർത്തകയാണ്. അവരുടെ പേര് ആർത്തി ടിക്കു എന്നാണ്. ആർത്തി ടിക്കു കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന ജനസൈഡിന്റെ ഭാഗമായിരുന്നു. ആ ജനസൈഡിന്റെ ഒരു ഇരയായിരുന്നു. അവർക്ക് 10-18 വയസ്സുള്ളപ്പോൾ അവരുടെ കുടുംബം ഉൾപ്പെടെ പലായനം ചെയ്തു പോകേണ്ടി വന്നതാണ്. പിന്നീട് അവരിപ്പോൾ വിവാഹമൊക്കെ കഴിച്ച് അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ കശ്മീരി പണ്ഡിറ്റുകളുടെ യാതനകൾ അമേരിക്കയിലെ സിവിൽ സൊസൈറ്റിയെ അറിയിക്കുകയും ആ രീതിയിൽ അവരെ ബോധവൽക്കരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവരൊരു മാധ്യമ പ്രവർത്തക കൂടിയാണ്. അപ്പോൾ ഇവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ആദ്യമായിട്ട് ഇവർ പറയുന്നത് ഈ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെ നടന്ന ആക്രമണം അതിന്റെ അടിസ്ഥാന കാരണം എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ 1947 ഇന്ത്യ മഹാരാജ്യം വിഭജിച്ചപ്പോൾ, പാകിസ്ഥാനും ഇന്ത്യയായിട്ട് വിഭജിച്ചു കഴിഞ്ഞപ്പോൾ കൊല്ലപ്പെട്ടവരെന്ന് പറഞ്ഞാൽ അന്ന് കശ്മീരിൽ, ജമ്മുവിലും കശ്മീരിലും ജനസൈഡ്, അതായത് വംശഹത്യകൾ നടന്നിട്ടുണ്ട്. കശ്മീരിന്റെ ഭാഗത്ത് നിരവധി ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, സിഖുകാർ കൊല്ലപ്പെട്ടു. ജമ്മുവിൽ നിരവധി മുസ്ലിമുകളും വംശഹത്യ ചെയ്യപ്പെട്ടു. അത് നടന്ന സംഭവമാണ്. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എപ്പോഴും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? അവർ കാലിഫേറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവസാനം ഉണ്ടായ ഓട്ടോമൻ കാലിഫേറ്റ് ടർക്കി കേന്ദ്രീകരിച്ചുള്ള ഈ സുൽത്താൻമാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന രാജാക്കന്മാർക്കെല്ലാം എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് അധികാരമായിരുന്നു. മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല അവർ ഈ യുദ്ധങ്ങൾ മുഴുവൻ നയിച്ചത്. അവര് മതം എന്ന് പറയുന്ന മതത്തിന് ഒരു ടൂളായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവർക്ക് വേണ്ടത് എക്സ്പാൻഷൻ ആയിരുന്നു. അതായത് അവരുടെ ഈ അധികാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ടെറിട്ടറീസ് വിപുലീകരിക്കുക, അത് മാത്രമാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുവേണ്ടി ഇതര മത സമുദായങ്ങൾ, ഇതര സംസ്കാരങ്ങൾ എല്ലാം പ്രബലമായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അവർ പോയി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അവർ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഈ ഓട്ടോമൻ എംപയർ വരെയുള്ള കാര്യം നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതിനുവേണ്ടി ഈ മറ്റ് സ്ഥലങ്ങളെ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളെയെല്ലാം അവരുടെ അധീനതയിൽ കൊണ്ടുവരാനായിട്ട് ഇസ്ലാമിനെ ഉപയോഗിച്ച് സ്ഥലങ്ങൾ കീഴടക്കുക എന്നുള്ളൊരു എക്സ്പാൻഷനിസ്റ്റ് ഒരു അജണ്ടയാണ് ഇവർക്കെല്ലാം, ഈ രാജാക്കന്മാർക്കെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ അജണ്ട തന്നെയാണ് കശ്മീരിലും നടന്നത്. കശ്മീരിലെ സുൽത്താൻ ആരായിരുന്നു? ഈ അജണ്ടയുടെ പിന്നിലുള്ള സുൽത്താൻ നമുക്ക് കൃത്യമായിട്ടറിയാം, പാകിസ്ഥാനിലിരിക്കുന്ന ജനറൽ സിയാഉൽ ഹക്ക് ആയിരുന്നു. സിയാഉൽ ഹക്ക് തന്നെയാണ് ജിഹാദ് എന്ന് പറയുന്ന വാക്കിന് കശ്മീരിലെ മുസ്ലിമുകൾക്കിടയിൽ ഇത്രയും പ്രചാരം നേടിക്കൊടുത്ത ആള് ഈ സിയാഉൽ ഹക്ക് ആയിരുന്നു. നമുക്ക് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. കശ്മീർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കശ്മീർ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന് പറഞ്ഞ ഹിന്ദു ഭൂരിപക്ഷ കേന്ദ്രമാണല്ലോ. അപ്പോൾ കാഫിറുകൾ, ഈ ജിഹാദ് മാത്രമല്ല കാഫിർ എന്ന് പറയുന്ന ഈ ടെർമിനോളജിക്കും ഇത്രയും പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത് അവിടുത്തെ കശ്മീരി തീവ്രവാദികൾ ISIയുടെ സഹായത്തോടു കൂടി ആരുടെ ടൂളായിരുന്നു അവര്? തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ജനറൽ സിയാഉൽ ഹക്കിന്റെ ടൂളായിരുന്നു. അപ്പോൾ ഇതുപയോഗിച്ച് ഇന്ത്യയുടെ ശക്തി ക്ഷയിപ്പിക്കുക, അതിനുവേണ്ടി എന്താണ്, കാഫിറുകളുടെ ഭൂമിയായ ഇന്ത്യയുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി മുസ്ലിം മെജോറിറ്റിയായ കശ്മീരിനെ വിഘടിപ്പിച്ചെടുക്കുക, കശ്മീരിൽ നിന്ന് കാഫിറുകളെ അടിച്ചു പുറത്താക്കുക, ഇത് തന്നെയായിരുന്നു ഇവരുടെ അജണ്ട. അപ്പോൾ ഈ പണ്ട് ഓട്ടോമൻ എംപയറിന്റെ കാലം വരെ ഉള്ള നമ്മൾ പറഞ്ഞ ഇവരുടെ എക്സ്പാൻഷനിസ്റ്റ് അജണ്ട, അതിൻ്റെ എക്സ്റ്റൻഷൻ മാത്രമാണ് കശ്മീരിൽ സിയാഉൽ ഹക്ക് നടപ്പിലാക്കിയത്. അപ്പോൾ ഇനി ഈ കശ്മീരിൽ 1980കളുടെ മധ്യം മുതൽ എങ്ങനെയാണ് ഈ പറയുന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ ജനസൈഡ്, അവരുടെ റിലീജിയസ് ക്ലെൻസിങ് നടത്തിയത് എങ്ങനെയാണെന്ന് ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവർ പറയുന്നതുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ചില ചരിത്ര സംഭവങ്ങളും ചില പുസ്തകങ്ങളിലെ ചില റെഫറൻസസും ഒക്കെ ഞാൻ എൻ്റെ അറിവിൽ നിന്നുകൂടി ഞാൻ നിങ്ങളോട് പറയാം. പ്രധാനമായിട്ട് ഇവർ പറയുന്നത് ഈ 986 ഒരു അനന്ത്നാഗ് റയോട്ട്സ് വന്നു. അനന്ത്നാഗ് എന്ന് പറഞ്ഞാൽ കശ്മീരിലെ സൗത്ത് കശ്മീരിലെ ഒരു പ്രദേശമാണ് അനന്ത്നാഗ്. ഈ അനന്ത്നാഗിൽ ഒരു വലിയ പണ്ഡിറ്റ് വിരുദ്ധ കലാപം 1986 നടന്നു. ഈ ആർത്തി ടിക്കു അനന്ത്നാഗ്കാരിയാണ്, അവരന്ന് അനന്ത്നാഗിലുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ 1986 അനന്ത്നാഗ് റയോട്ട്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കശ്മീരിലെ അന്ന് അധികാരത്തിലിരുന്ന GM ഷായുടെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളതായിരുന്നു. ഇത് കോൺഗ്രസിന്റെ പരിപാടിയായിരുന്നു. ഇവർ കൃത്യമായിട്ട് മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ പേര് പറയുന്നത്, മുഫ്തി മുഹമ്മദ് സെയ്ദാണ് 1986 കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായുള്ള അനന്ത്നാഗ് റയോട്ട്സിന് തുടക്കം കുറിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തലച്ചോറ് മുഫ്തി മുഹമ്മദ് സെയ്ദിന്റെ ആണെന്ന് ഇവർ പറയുന്നുണ്ട്. അതിനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇവർ മാത്രമല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, GM ഷായുടെ സർക്കാരാണ് അന്ന് കശ്മീരിലുണ്ടായിരുന്നത്, ജമ്മു ആൻഡ് കശ്മീരിൽ. ഈ GM ഷായുടെ സർക്കാരിനെ അട്ടിമറിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന രാജീവ് ഗാന്ധിയാണ്, കോൺഗ്രസ് സർക്കാരാണ്. അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, ഈ കശ്മീരിലെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ് എന്ന് പറയുന്നത് മുഫ്തി മുഹമ്മദ് സയ്യിദ. അന്ന് മൂപ്പര് കോൺഗ്രസ്സുകാരനാണ്. പിന്നീട് VP സിംഗിന്റെ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴത്തെ മെഹബൂബ മുഫ്തിയുടെ അച്ഛൻ. ആ മുഫ്തി മുഹമ്മദ് സയ്യിദ് അന്ന് കോൺഗ്രസ് അവിടുത്തെ GM ഷാ സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കലാപം ഉണ്ടാക്കിയതാണ്, ഹിന്ദു വിരുദ്ധ കലാപം ഉണ്ടാക്കിയതാണ് എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവർ മാത്രമല്ല, കശ്മീരിനെ കുറിച്ച് പണ്ഡിറ്റുകളുടെ യാതനകളെ കുറിച്ച് ഏറ്റവും കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ള രാഹുൽ പണ്ഡിതയുടെ ആൾ മൂൺ ഹാസ് ബ്ലഡ് ക്ലോട്ട്സ് എന്ന് പറയുന്ന പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ പുസ്തകത്തിനകത്തും ഈ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ ഈ അനന്ത്നാഗ് റയറ്റ്സ് ഉണ്ടാക്കാൻ അതിന്റെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ അനന്ത്നാഗ് റയറ്റ്സ്, 86-ലെ അനന്ത്നാഗ് റയറ്റ്സ് ആണ് ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ എക്സഡസ്, 1990-ൽ നടന്ന കശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിലേക്കുള്ള ആ ഒരു ചെയിൻ ഓഫ് ഇവന്റ്സ്, അതിന്റെ തുടക്കം എന്ന് പറയുന്നത് 86-ലെ അനന്ത്നാഗ് റയറ്റ്സ് ആണ്. അതിന്റെ പിന്നിൽ അന്നത്തെ കോൺഗ്രസ് നേതാവായ മുഫ്തി മുഹമ്മദ് സയ്യിദ് ആയിരുന്നു. കൂടാതെ ഇവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ മുഫ്തി മുഹമ്മദ് സയ്യിദാണ് കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചതെങ്കിലും ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന സഹായം ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടേതായിരുന്നു. കശ്മീരിലൊരു ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, പാകിസ്ഥാനിൽ വേറൊരു ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഇവര് കൈകോർത്ത് ഈ ജനറൽ സിയാ ഉൽ ഹക്കിന്റെ കാലത്ത് ഇവർ കൈകോർത്തിട്ടാണ് ഈ കശ്മീരിൽ കഴിയുന്നത്ര ഹിന്ദുക്കൾക്കെതിരെ വികാരമുണ്ടാക്കുക, ഹിന്ദുക്കളെ കഴിയുന്നത്ര പീഡിപ്പിക്കുക, അങ്ങനെ അവരെ ഒന്നുകിൽ കൊന്നുകളയുക അല്ലെങ്കിൽ അവിടുന്ന് ഓടിക്കുക എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ടയാണ് മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ നേതൃത്വത്തിൽ നടപ്പിൽ വരുത്തിയതെന്ന് പറയുന്നു. അതായത് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്നു, ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിക്കുന്നു, അവിടുത്തെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പീഡിപ്പിക്കുന്നു. അങ്ങനെ നിരവധി പരിപാടികൾ അവിടെയെല്ലാം നടന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പം നമ്മൾ ഈ കശ്മീർ ഫയൽസ് പോലെയുള്ള സിനിമകളിലൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അജണ്ട, രണ്ടാമത് ഈ പറയുന്ന പാകിസ്ഥാനിലെ ISIയുടെ ഇൻവോൾവ്മെന്റ്, ഈ കാര്യങ്ങളാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭക്തന്മാർ അല്ലെങ്കിൽ തന്നെ അവർ തെറി വിളിക്കും, അത് നമുക്ക് പ്രശ്നമല്ല. നമുക്കറിയാം ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് എവിടെയാണ് ജമാഅത്തെ ഇസ്ലാമി സമാധാനപരമായിട്ട് ജീവിച്ചിട്ടുള്ളത്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെല്ലാം ജമാഅത്തെ ഇസ്ലാമി അതിതീവ്ര നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. അറിയാമല്ലോ ബംഗ്ലാദേശിൽ അവരുടെ നിലപാടെന്താ? ബംഗ്ലാദേശിൽ അവിടുത്തെ വംശീയ കലാപം മുഴുവൻ ഉണ്ടാക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയല്ലേ. അതുപോലെ തന്നെ കശ്മീരിലും ഉണ്ട് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മതേതരത്വത്തിന് സഹോദരത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി സർക്കാർ കൂടി വന്നതിന് ശേഷം ഒരല്പം ഒരു ബാക്ക് ഫുട്ടിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഒരല്പം മതേതരത്വത്തിന്റെ ഭാഷയൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ലോകത്ത് എവിടെയായാലും വംശീയതയും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദവും ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനവുമാണ്. കേരളത്തിൽ VD സതീശനെ ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ വിട്ടിട്ട് ഗാന്ധി മാർഗം സ്വീകരിച്ചു, അവര് ഇസ്ലാമിക മതരാഷ്ട്രവാദമൊക്കെ വിട്ടു എന്ന് VD സതീശൻ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരുടെ സൈദ്ധാന്തികനായ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികനായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അപ്പൊ തന്നെ പറഞ്ഞു, ഞങ്ങളതൊന്നും വിട്ടിട്ടില്ല, ഞങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞ പഴയ മൗദൂദി പറഞ്ഞ ഇതേ ഇസ്ലാമിക മതരാഷ്ട്ര സ്ഥാപനം തന്നെയാണെന്ന് അവർ പറഞ്ഞു. അവർക്ക് ഇതിനകത്ത് അപ്പോളജിസ്റ്റ് ആയിട്ട് അവർ കളിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാരാണ് പലപ്പോഴും ഇവരുടെ അപ്പോളജിസ്റ്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ ഈ അനന്ത്നാഗ് റയറ്റ്സ് വന്നതോടുകൂടി അവിടുത്തെ ഹിന്ദുക്കളുടെ പണ്ഡിറ്റുകളുടെ ജീവിതം, അവിടെ ജീവിക്കാനായിട്ട് അവർക്ക് പഴയതുപോലെയുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതായി. കാരണം അവരുടെ ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പൊ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു റെസ്റ്റ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പണ്ഡിറ്റുകൾക്കുണ്ടായി. സിയാ ഉൽ ഹക്കിന്റെ ഭരണകൂടം ഉൾപ്പെടെയുള്ളവരുടെ ലക്ഷ്യം അതായിരുന്നു. ജനറൽ സിയാ ഉൽ ഹക്കിനെ സംബന്ധിച്ച് ആ സമയത്ത് അമേരിക്കയുമായിട്ട് ചേർന്ന ഈ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന സോവിയറ്റ് യൂണിയനെതിരെ മൂപ്പര് യുദ്ധത്തിലായിരുന്നല്ലോ. സോവിയറ്റ് യൂണിയനെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിക്കാനായിട്ട് CIA അമേരിക്ക ധാരാളം പണവും ആയുധവും സിയാ ഉൽ ഹക്കിന് എത്തിച്ചു കൊടുത്തിരുന്നു അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാന്റെ പോരാളികളെ അയക്കാനായിട്ട്. അപ്പൊ ആ പണത്തിന്റെ ഒരു ഭാഗം കശ്മീരിൽ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ജനറൽ സിയാ ഉൽ ഹക്ക് ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് പണവും അർത്ഥവും അതുപോലെ ആയുധങ്ങളും എല്ലാം കശ്മീരിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയും കൂടി ചെയ്തു. അതും ഈ സമയത്ത് ഈ കശ്മീർ പണ്ഡിറ്റുകൾക്ക് എതിരായ ഈ ജിഹാദിന്
ആക്കം കൂട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരമാർത്ഥം. 989 ഒരു പ്രധാനപ്പെട്ട സംഭവം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ 989 മുതൽ പിന്നെ കാണുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദികൾ കശ്മീരി പണ്ഡിറ്റുകളുടെ ഇടയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയെല്ലാം ടാർഗറ്റ് ചെയ്യുന്നു, അവരെ കൊലപ്പെടുത്തുന്നു. പ്രമുഖ ഈ സിവിൽ സൊസൈറ്റിയിലെ തന്നെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ജഡ്ജസ്, അതായത് ജഡ്ജിമാർ, അതുപോലെ എഴുത്തുകാര്, ലോയേഴ്സ്, ചിന്തകർ, അധ്യാപകർ, അവിടുത്തെ ഈ ഇവരുടെ തന്നെ മുസ്ലിമുകളായിട്ടുള്ള കുട്ടികളെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള പല സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ, അവരെ തന്നെ ഇവർ കൊന്നുകളയുന്നു. അങ്ങനെ കവികൾ, ഇങ്ങനെയുള്ള പല സാമൂഹിക പ്രവർത്തകർ, ഈ കശ്മീരി പണ്ഡിറ്റുകളുടെ ഇടയിൽ 4 ആൾ അറിയുന്ന ആളുകളെയല്ല ഇവർ കൊലപ്പെടുത്തുന്നു. അത് ഈ സമൂഹത്തിനുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. നിങ്ങളുടെ കൊള്ളാവുന്ന ആളുകളെ പോലും സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ സർക്കാരിന്, നിങ്ങളുടെ ഇന്ത്യയിലെ സർക്കാരിന് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ അവർ എങ്ങനെ സംരക്ഷിക്കും? അതുകൊണ്ട് വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നാട് വിട്ടോളൂ, ഇവിടെ ഇനി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവർ പറയുന്നത്, ഇങ്ങനെ ഹിന്ദുക്കൾക്കെതിരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നു, കില്ലിങ്സ് നടക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. അപ്പോൾ പോലീസ് അന്ന് എടുത്തിരുന്ന നിലപാടിനെ കുറിച്ചാണ്. 89-90 കാലഘട്ടമാണ്. അന്ന് പോലീസ് കൃത്യമായിട്ട് ഈ അക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് എടുത്തിരുന്നത്. ഇതോടൊപ്പം തന്നെ അവിടെ സ്ഥിരമായിട്ട് നടന്നിരുന്ന ഈ 1989-90 കാലഘട്ടത്തിൽ 90 ജാനുവരി ഫെബ്രുവരി മാസത്തിലാണല്ലോ ഈ എക്സോഡസ് ആരംഭിക്കുന്നത്. അതിന് മുമ്പായിട്ടുള്ള മാസങ്ങളിൽ സ്ഥിരമായിട്ട് നടന്നിരുന്ന കശ്മീരിൽ മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് ഇവർ സ്ഥിരമായിട്ട് ഭീഷണികൾ മുഴക്കുമായിരുന്നു. അവിടുത്തെ പണ്ഡിറ്റുകൾ ഒന്നും നിൽക്കരുത്, പണ്ഡിറ്റുകൾ എല്ലാവരും സ്ഥലം വിട്ടു പോകും. 3 ചോയ്സാണ് അവർക്ക് കൊടുത്തിരുന്നത്. ഒന്നുകിൽ കൊല്ലപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാട് വിടാം, അല്ലെങ്കിൽ മതം മാറാം. മതം മാറിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പ്രശ്നമില്ല. ഒന്നുകിൽ മതം മാറുക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക. ഇത് രണ്ടുമില്ല. ഈ ഹിന്ദുവായിട്ട് കശ്മീരിൽ ജീവിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ കൊല്ലപ്പെടുക. ഇതാണ് 3 ഓപ്ഷൻ ഉണ്ടായിരുന്നത്. പല ആളുകളും, കൊല്ലപ്പെട്ട ആളുകൾ എല്ലാവരും മതം മാറാതെ അവരുടെ മതത്തിൽ തന്നെ, ഹിന്ദു മതം വിടാതെ നിന്നതുകൊണ്ടാണ് അവർ കൊല്ലപ്പെട്ടത്. ഒന്ന്. രണ്ടാമത്, ഇവർക്ക് ഓടിപ്പോകേണ്ടി വന്ന മഹാഭൂരിപക്ഷം പണ്ഡിറ്റുകൾ, 90-95% പണ്ഡിറ്റുകളും നാട് വിട്ടു പോകേണ്ടി വന്നു. അവരെല്ലാം നാട് വിടാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അവർ ഹിന്ദു മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ജീവൻ പോകേണ്ടി വന്നു കഴിഞ്ഞാലും യാതൊരു കാരണവശാലും മതം മാറുന്ന പ്രശ്നമില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് അവർക്ക്. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും അവിടെ സുഖമായിട്ട് മുസ്ലിമായിട്ട് അവർക്കും ജീവിക്കായിരുന്നു, മതം മാറിയാൽ മതിയായിരുന്നു. അപ്പൊ ഇവരെ മതം മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഈ മതം മാറ്റത്തിന്റെ കാരണം എന്താ? മതം മാറ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് അതിനെ ഒരു ഇസ്ലാമിക സംസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം, ഭാരതത്തിൽ നിന്ന് വിഘടിപ്പിച്ച് കശ്മീരിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് അവരുടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാനുള്ള കളികളാണ് ഇത് നടന്നത്. അതിന്റെ കൃത്യമായിട്ടുള്ള എവിഡൻസ് ആണ് ഈ പറയുന്നത്. ഈ മതം മാറിക്കഴിഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം. ഈ മതേതരത്വം ഉയർത്തിപ്പിടിച്ച് ഈ പറയുന്ന ഈ ഇസ്ലാമോ ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനുള്ള ഇസ്ലാമോ ലെഫ്റ്റിന് ചൂട്ടുപിടിച്ച് മതേതരത്വം ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പലരും തഴഞ്ഞു കളയുന്ന, അല്ലെങ്കിൽ അവർ തമസ്കരിക്കുന്ന സത്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. ഭീകരവാദികൾ അവിടുത്തെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് കൊടുത്ത മറ്റൊരു ചോയ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പോകാം, പുരുഷന്മാരെല്ലാം നാട് വിട്ടു പോകട്ടെ, സ്ത്രീകളും പെൺകുട്ടികളും മാത്രം ഇവിടെ നിന്നാൽ മതി എന്നാണ്. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതെല്ലാം നടന്ന സംഭവമാണ്. നിങ്ങളെ ചരിത്ര പുസ്തകങ്ങൾ പലപ്പോഴും, ഈ രാഹുൽ പണ്ഡിറ്റയുടെ പുസ്തകം തന്നെ നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇനി ഈ പറയുന്ന ഈ അരാജകത്വം ഉണ്ടല്ലോ, 1990-കളിൽ 80-കളിലെല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയുടെ മെയിൻ ലാൻഡിൽ നിന്ന് കശ്മീരിലേക്ക് ഒരു മനുഷ്യന് പോകാൻ സാധിക്കില്ല. സാധാരണക്കാരായ ആളുകൾ, കശ്മീരികളല്ലാത്ത ആളുകൾ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന്, കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്, പക്ഷേ എങ്കിലും മറ്റു ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദം തലയ്ക്ക് പിടിച്ച സാധാരണക്കാരായ മുസ്ലിമുകൾ, അവിടുത്തെ ജനങ്ങൾ, ഈ പട്ടാളത്തിനെ കല്ലെറിയുന്ന ആളുകളുണ്ടല്ലോ, അന്ന് സ്ഥിരമായിട്ട് പട്ടാളത്തിന് കല്ലേറ് കൊള്ളുന്ന ഒരു സമയമായിരുന്നു ഇന്ത്യയിൽ ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലം, അല്ലെ ആ ഒരു കാലത്ത് മതേതര ഭരണകൂടം ഉണ്ടായിരുന്ന കാലത്ത്. അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ആളുകൾ ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഇവിടെ എന്താണ്, ഇത് കശ്മീരാണ്, നിങ്ങൾക്ക് ഇവിടെ പ്രവേശനമില്ലെന്ന് പറഞ്ഞ് ഓടിക്കുമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് വാർത്തകൾ കണ്ട ദൃശ്യങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ സർവകക്ഷി ഡെലിഗേഷൻ, ഓൾ പാർട്ടി ഡെലിഗേഷൻ, അവിടെ സമാധാനം സ്ഥാപിക്കാനായിട്ട്, തീവ്രവാദികളുമായിട്ട് ചർച്ച നടത്താനല്ല, ഇവിടെ നമ്മൾ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെല്ലുമ്പോൾ അവരെ സ്വീകരിക്കുന്നത് എന്താ? ഇന്ത്യൻസ് ഗോ ബാക്ക്, ഇന്ത്യക്കാർ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് അവിടുത്തെ സാധാരണക്കാർ ബാനർ പിടിച്ച് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടുത്തെ വഴിയിലെല്ലാം, ഈ ഭിത്തിയിലെല്ലാം, വഴിയിലും മതിലുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുക ഇന്ത്യൻസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ തിരിച്ചു പോവുക. എന്താ, ഇന്ത്യയുടെ ഭാഗമല്ലേ? ഇന്ത്യയുടെ ചെലവിലാണ് അവിടുത്തെ ആളുകൾ ജീവിച്ചിരുന്നത്. അവിടുത്തെ ആളുകൾക്കൊക്കെ ശാപ്പാട് കൊടുക്കുന്നത്, സെക്യൂരിറ്റി കൊടുക്കുന്നത് ആരാ? ഇന്ത്യയുടെ സൈന്യവും ഇന്ത്യയുടെ സർക്കാരുമാണ്. ഇന്ത്യയുടെ സർക്കാരിന്റെ പണം വാങ്ങിയിട്ട് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്നവരാണ് ഈ ആർട്ടിക്കിൾ 370 വരുന്നവർ വരെയുള്ള സ്ഥിതിയാണ് ഈ പറയുന്നത്. ക്ഷമിക്കണം, ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യുന്നത് വരെയുള്ള സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ആ ഒരു സ്ഥിതി
അവസാനിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്ത് കളയുന്നത്. ആർട്ടിക്കിൾ 370 കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് ഇവർക്ക്. ഇത് ഇസ്ലാമിക രാജ്യമാണ്, ഞങ്ങളുടെ നാട്ടിലേക്ക് ആരും വരാൻ പാടില്ല, ഇവിടെ ഞങ്ങളുടെ നിയമമേ നടക്കൂ, ഇത് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വരെ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ മുസ്ലിമുകളുടെ തലയിലുണ്ടായിരുന്ന ഈ വിഘടനവാദ ചിന്താഗതി അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 എടുത്ത് ദൂരെ കളഞ്ഞത്. അപ്പൊ അതോടുകൂടി ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള, ഇന്ത്യക്കുള്ളിൽ തന്നെയുള്ള ഈ മതേതര പുരോഗമന ജനാധിപത്യ ലിബറൽ ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികളുടെ വേഷം കെട്ടി നടക്കുന്ന കുറെ ആളുകൾ, നമ്മുടെ അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ള നിവേദിത മേനൻ, അവിടെ ഒരു പ്രൊഫസർ ഉണ്ടല്ലോ നിവേദിത മേനൻ, അത് തന്നെ, അങ്ങനെയുള്ള ഉൾപ്പെടെയുള്ളവരെല്ലാം നിലവിളിക്കാൻ, ദ വയർ ഉൾപ്പെടെയുള്ള ആർഫ ഖാനം ഷെർവാനി പോലെയുള്ള മാധ്യമ പ്രവർത്തകർ, ഇവരെല്ലാവരും ഈ ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്തതിനെതിരെ നിലവിളിക്കാനും അവരെല്ലാം കൂട്ടക്കരച്ചിൽ നടത്താനും കാരണം എന്താ? ഈ കശ്മീരിലെ ഈ ഭീകരവാദികളുടെ ഒരു സംസ്ഥാനമായിട്ട് മാറ്റാനായിട്ട്, കശ്മീരിനെ മാറ്റാനായിട്ടുള്ള ഇവരുടെ ഉണ്ടായിരുന്ന ഈ സെക്യുലർ ലിബറൽ അജണ്ട, ഇക്കോസിസ്റ്റത്തിന്റെ അജണ്ട, ഇസ്ലാമോ ലെഫ്റ്റിന്റെ അജണ്ട, അത് നടപ്പിലാകുന്നതിനെ തടയാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു. നോക്കൂ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ രാജ്യവിരുദ്ധർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് പറയേണ്ട മറ്റു പല കാര്യങ്ങളും ഉണ്ട്. മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകളെ റൂബിയ സയ്യിദിനെ തട്ടിക്കൊണ്ടുപോയ അത് ഈ കശ്മീരിലെ തീവ്രവാദികൾ, ജയിലിലുണ്ടായിരുന്ന ഭീകരന്മാർ, കൊടും ഭീകരന്മാരായിട്ടുള്ള തീവ്രവാദികളെ വിട്ടുകൊടുക്കാൻ വേണ്ടി മുഫ്തി മുഹമ്മദ് സയ്യിദ് തന്നെ നടത്തിയ ഒരു നാടകമായിരുന്നു. സ്വന്തം മകളെ കിഡ്നാപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്ത് അവസാനം അവർക്ക് പകരമായിട്ട് ഈ ഭീകരവാദികളെ വിട്ടുകൊടുക്കുന്ന ഒരു സ്റ്റേജ് മാനേജ്ഡ് ആയിട്ടുള്ള നാടകമാണെന്ന് പറയുന്നുണ്ട്. ഇനി നാടകം അല്ലെങ്കിൽ പോലും ഇന്ത്യൻ സർക്കാരിന്റെ, അന്നത്തെ VP സിംഗ് സർക്കാരിന്റെ സമ്പൂർണ്ണ പരാജയം ഈ കശ്മീരിലെ ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കിയതിന് തുല്യമല്ലേ? ആഭ്യന്തരമന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഭീകരന്മാരെ വിട്ടുകൊടുക്കുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമായിട്ട് അന്നത്തെ VP സിംഗിന്റെ ഇന്ത്യ മാറിയാൽ നമ്മൾ കണ്ടത്. ലോകത്ത് വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയല്ല വലുത്, അല്ല ആഭ്യന്തരമന്ത്രിയുടെ മകളാണ് വലുത്. പക്ഷെ ആഭ്യന്തരമന്ത്രിക്ക് വലുത് രാജ്യത്തെക്കാൾ സ്വന്തം മകളാണെന്നുള്ള അങ്ങനെയുള്ള പല സംഭവങ്ങളും ആ സമയത്ത് നടന്നു. അതിനുശേഷം ആർത്തി ടിക്കു ഈ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട്, ഈ പണ്ഡിറ്റുകളെ എല്ലാം ക്ലെൻസ് ചെയ്ത്, അല്ലെങ്കിൽ പണ്ഡിറ്റുകളെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചതിന് ശേഷം കുറെ പേരെ കൊന്നുകളഞ്ഞു, അല്ലാത്തവര് നാട് വിട്ടുപോയി. അങ്ങനെ പോയതിനു ശേഷം പണ്ഡിറ്റുകളുടെ എല്ലാ പ്രോപ്പർട്ടീസ് അവര് വർഷങ്ങളായിട്ട്, അവരുടെ തലമുറകളായിട്ട് അവരുടെ കയ്യിൽ വന്നു ചേർന്ന അവരുടെ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ് ഉൾപ്പെടെയുള്ളതെല്ലാം ഈ കശ്മീരിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നേടിയെടുക്കുകയത്. കശ്മീരിലെ സാധാരണക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ബാക്കിയുണ്ടായിരുന്ന മുസ്ലിമുകളല്ലേ, അവര് കയ്യേറി. മാത്രമല്ല ഈ ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു. കുറെ മുസ്ലിമുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ ഭീകരതയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയ അവിടുത്തെ കശ്മീരിലെ പണ്ഡിറ്റുകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്ന മുസ്ലിമുകളെ ഇവർ തട്ടി. പക്ഷെ അത് ന്യൂനപക്ഷമായിരുന്നു, മഹാഭൂരിപക്ഷവും മിണ്ടാതിരുന്നു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം ഈ പണ്ഡിറ്റുകളെല്ലാം നാട് വിട്ടതിന് ശേഷം ഈ പണ്ഡിറ്റുകളുടെ പ്രോപ്പർട്ടി എല്ലാം അവിടെയുള്ള മുസ്ലിമുകൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്നു. മാത്രമല്ല അവർക്കൊരു ഫ്രീ സോൺ കിട്ടിയതുപോലെയായിരുന്നു തീവ്രവാദികളെ സംബന്ധിച്ച് എന്നാണ് ഇവർ പറയുന്നത്. അതിനെതിരെ അന്നത്തെ ഭരണകൂടങ്ങൾ, പിന്നീട് VP സിംഗിന്റെ സർക്കാർ താഴെ പോകുന്നു, ചന്ദ്രശേഖർ വരുന്നു, അതിനുശേഷം 10 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങേര് താഴെ പോകുന്നു, നരസിംഹറാവു വരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം, ഇങ്ങനെയുള്ള സർക്കാരുകളൊന്നും ഈ തീവ്രവാദികൾക്കെതിരെ യാതൊരു ഒരു ശക്തമായ നടപടിയും എടുത്തില്ല. അവരും ഈ പണ്ഡിറ്റുകളുടെ ക്ലെൻസിങ്ങിന്, അല്ലെങ്കിൽ പണ്ഡിറ്റുകളുടെ ജനസൈഡിന്, അല്ലെങ്കിൽ പണ്ഡിറ്റുകളുടെ ഈ എക്സഡസിന് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി കാരണമായിരുന്നു. അതിനെ സഹായിക്കുകയും ചെയ്തു. പണ്ഡിറ്റുകൾ ഇനി ഒരിക്കലും തിരിച്ച് കശ്മീരിലേക്ക് ചെല്ലരുത്, പണ്ഡിറ്റുകൾ തിരിച്ചു ചെല്ലാതിരുന്ന് ഞാൻ പിന്നെ പ്രശ്നമില്ല, അത് അവർ ഇസ്ലാമിക രാഷ്ട്രമായിട്ട് അവരങ്ങ് ഭരിച്ചോട്ടെ എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇന്ത്യയുടെ അന്നത്തെ സർക്കാരുകളും പെരുമാറിയിരുന്നത് എന്നും ഇവർ പറയുന്നുണ്ട്. അന്നത്തെ കോൺഗ്രസ് സർക്കാരുകളുടെ പിടിപ്പുകേടിനെ കുറിച്ച് പറയുമ്പോൾ ഈ സയ്യിദ് ഗിലാനിയെ പോലെയുള്ളവർക്കും എല്ലാം കിട്ടിയിരുന്ന സർക്കാർ തന്നെയാണ്. സർക്കാരിന്റെ ചെലവിൽ അവർക്ക് പൈസ കൊടുത്തിരുന്നു. ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസി ഉൾപ്പെടെയുള്ളവർ ഈ തീവ്രവാദികൾക്ക് മാസാമാസം പണം കൊടുത്തിരുന്നു. അന്നത്തെ ഇന്റലിജൻസ് ബ്യൂറോയുടെ IB-യുടെ ഡയറക്ടറായിരുന്ന AS ഡുലാദിന്റെ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസീസ് കശ്മീരിനെ വിഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന തീവ്രവാദികൾക്ക് മാസാമാസം പണം കൊടുക്കുകയായിരുന്നു. അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് മുഴുവൻ മീറ്റ് ചെയ്തിരുന്ന ഇന്ത്യയുടെ സർക്കാരാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട സുരക്ഷ, ഈ ഭീകരവാദികൾക്ക് വേണ്ട സുരക്ഷ കൊടുത്തിരുന്ന ഇന്ത്യൻ സർക്കാർ. യാസിൻ മലിക് ഉൾപ്പെടെ അറിയാമല്ലോ, സർള ഭട്ടിനെ പോലെയുള്ള നിരപരാധികളായിട്ടുള്ള നേഴ്സ് ഉൾപ്പെടെയുള്ള കശ്മീരി പണ്ഡിറ്റുകളെ, ഈ തീവ്രവാദികളെ വരെ പരിചരിച്ചിരുന്ന നേഴ്സ് ഉൾപ്പെടെയുള്ള കശ്മീരി പണ്ഡിറ്റുകളെ വെറുതെ കൊന്നുകളഞ്ഞ, ദയാരഹിതമായി കൊന്നുകളഞ്ഞ യാസിൻ മലിക് പോലെയുള്ള കൊടും തീവ്രവാദികളെ എല്ലാം ശുശ്രൂഷിക്കുക,
അവർക്ക് വേണം മെഡിക്കൽ എക്സ്പെൻസ് കൊടുക്കുക, അവർക്ക് മാസാമാസം ചെലവിന് കൊടുക്കുകയും അതോടൊപ്പം അവർക്ക് സുരക്ഷ കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു നിലപാടാണ് അന്നത്തെ നരസിംഹറാവു സർക്കാർ മുതൽ ഇങ്ങോട്ട്. അതിൽ വാജ്പേയി സർക്കാരും കുറ്റക്കാരാ. അതുവരെ ഈ മോദി സർക്കാർ വരെയുള്ള മൻമോഹൻ സിംഗ് സർക്കാർ എന്താണ് ചെയ്തത്? യാസിൻ മലിക്കിനെ അവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു കയറ്റി അദ്ദേഹത്തോടൊപ്പം ചായ കുടിക്കുന്നു, സമാധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ, എന്തൊരു പരാജയമാണെന്ന് നോക്കൂ. ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ കഴിവുകേട്. ഈ കഴിവുകേടുകളുടെ എല്ലാം ഫലമായിട്ടാണ് ഇത്രയും കാലം കശ്മീരി പണ്ഡിറ്റുകൾ അവിടെ ഈ യാതന മുഴുവൻ അനുഭവിക്കേണ്ടി വന്നത്. ഏതായാലും അവസാനം ഗതികെട്ടതിന് ശേഷമാണ്, നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പോക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭീകരവാദികൾ ഇന്ത്യയിലെ ഈ എന്താണ് പറയുക, ഈ പറയുന്ന മതേതര ജനാധിപത്യ ഇസ്ലാമോ ലെഫ്റ്റ് ഇക്കോ സിസ്റ്റം ഉണ്ടല്ലോ, അവരുടെ സഹായത്തോടു കൂടി കശ്മീരിലെ ഭീകരവാദികൾ ഈ കശ്മീരിനെ തന്നെ വിഘടിപ്പിച്ചു കൊണ്ടുപോകും. അവിടുത്തെ കശ്മീരിലെ ലോക്കൽ മുസ്ലിംസിന്റെ കൂടെ സഹായത്തോടു കൂടി കശ്മീരിനെ വിഘടിപ്പിച്ചുകൊണ്ട് പോകും എന്നുള്ള ഒരു നില വന്നു കഴിഞ്ഞപ്പോഴാണ്, ഈ രാജ്യത്തിന് ഭാഗമല്ലാതെ വരും കശ്മീർ എന്നുള്ള ഒരു ഭീകരമായ സിറ്റുവേഷൻ വന്നപ്പോഴാണ് ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്യാനായിട്ട് മോദി സർക്കാർ തീരുമാനിക്കുന്ന. ആ സംഭവം നടന്നതോടുകൂടി പിന്നീട് എന്താ സംഭവിച്ചത്? സംഗതി 180 ഡിഗ്രി തിരിഞ്ഞ നിങ്ങൾ കണ്ടല്ലോ. കശ്മീരിൽ നേരത്തെ പറയുന്നത് പോലെ ഭീകരവാദമോ അല്ലെങ്കിൽ നേരത്തെ പറയുന്നത് പോലെയുള്ള ഈ ആക്രമണങ്ങളോ സെക്യൂരിറ്റി ഫോഴ്സ്, ഇന്ത്യയുടെ പട്ടാളക്കാരെ അവിടുത്തെ 8ഉം 10ഉം വയസ്സുള്ള കൊച്ചു കുട്ടികൾ വരെ കല്ലെറിയുന്ന അങ്ങേയറ്റം ഗതികെട്ട അല്ലെങ്കിൽ നാണം കെട്ട സാഹചര്യം അതിപ്പോഴുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോൾ ഒരിക്കലുമില്ല. കശ്മീർ ഇന്ത്യയുടെ ഭാഗമായിട്ട് ഇപ്പോഴും നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് സാധിക്കും. പണ്ട് നമ്മളിവിടെ ഇരുന്ന് പറയുമെങ്കിലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കശ്മീരികൾ പറയും, നീയൊക്കെ ഇന്ത്യക്കാരൻ, എന്താണ് ഇവിടെ കാര്യം, ഇറങ്ങിപ്പോടാ എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ ബാനർ പിടിച്ച് കാണിച്ച് ഇന്ത്യൻസ് ഗോ ബാക്ക് എന്ന്. അങ്ങനെയുള്ള ഒരു സ്ഥിതി അവസാനിപ്പിക്കാനായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നുള്ളത് ഈ ആർട്ടിക്കിൾ 370 റിപ്പീൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു വലിയൊരു ബെനിഫിറ്റാണ്. നമ്മുടെ കേരളത്തിലെ മതേതരന്മാരാരും നിങ്ങളോട് ഇങ്ങനെയുള്ള കഥകളൊന്നും പറയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പറയാനാണെങ്കിൽ ധാരാളമുണ്ട്, പക്ഷേ ഇനിയും പറഞ്ഞിരിക്കാനായിട്ട് സമയമില്ല. ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ഈ മതേതര ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ഈ ലെഫ്റ്റ്, ഇസ്ലാമോ ലെഫ്റ്റ്, ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ഇക്കോസിസ്റ്റം ഭാഗമായിട്ട് നിൽക്കുന്നവർ നിങ്ങളോട് പറയാത്ത സത്യങ്ങൾ ഇനി ഞാൻ നിങ്ങളോട് തുറന്ന് ഇനിയും ഉള്ള എപ്പിസോഡ്സിൽ പറയും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ജയ് ഹിന്ദ്.